നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ ഞെട്ടിക്കുന്ന ഒരു അപകട വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്ന് ഇന്ന് പുറത്തുവരുന്നത്. സൗദി അറേബ്യയിലെ അബ്ഖൈക്കിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമിടിച്ച് തിരുവനന്തപുരം സ്വദേശി മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ദമാമിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ അബ്ഖൈക്കിലുണ്ടായ അപകടത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ കൃഷ്ണകുമാർ മരിച്ചത്. 13 വർഷത്തോളമായി അബ്ഖൈക്കിലെ MSK കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു കൃഷ്ണകുമാർ. ചൊവ്വാഴ്ച വൈകിട്ട് അബ്ഖൈക്ക് ഐന്താർ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. കാർ പാർക്ക് ചെയ്ത ശേഷം കൃഷ്ണകുമാർ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആദ്യം അബ്ഖൈക്ക് ആശുപത്രിയിലും തുടർന്ന് ദമാം സെൻട്രൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പുലർച്ചെ 1:30 മരിക്കുകയായിരുന്നു. നവോദയ കലാ സാംസ്കാരിക വേദി അബ്ഖൈക്ക് ഏരിയ മുൻ എക്സിക്യൂട്ടീവ് അംഗവും കുടുംബവേദി മുൻ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. അബ്ഖൈക്കിലൊപ്പമുണ്ടായിരുന്ന ഭാര്യ സജിതയും മക്കൾ നന്ദന, ധ്രുവ്, ദേവ് എന്നിവരും ഇപ്പോൾ നാട്ടിലാണ്. ദമാം സെൻട്രൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി നവോദയ സാമൂഹിക ക്ഷേമ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ദയവായി ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴ മൂലമുണ്ടായത് 154 വാഹനാപകടങ്ങളാണെന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണി വരെ പോലീസിന് ലഭിച്ചത് 4581 കോളുകളാണെന്ന് കമാൻഡ് ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ തുക്ബിൻ ഫാരിസ് പറയുകയുണ്ടായി. കനത്ത മഴയിൽ അടിയന്തര സാഹചര്യങ്ങളില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ട്രാഫിക് ആൻഡ് പെട്രോളിംഗ് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ സെയ്ഫ് മുഹേർ അൽ മസ്രൂയി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളിൽ പോലീസ് കൂടുതൽ ട്രാഫിക് പെട്രോളിംഗ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.